ഹായ് താറ്റ പോവാ പറയും താത്ത പോവാ ഞങ്ങള് ടൂർ പോവാ ടൂർ എവിടെയാ മലമ്പുഴ അവിടേക്ക് പോവാണ് ബൈ. ഇന്നേ അമ്മമാരോടൊപ്പം ഒരു വൺ ഡേ ട്രിപ്പാട്ടോ. അമ്മയുടെ കുടുംബശ്രീന്നാണ് ഞങ്ങൾ പോണത്. ഞങ്ങൾ ആദ്യം പോയത് പാലക്കാട് കോട്ടയിലേക്കാണ്. ടിപ്പുവിന്റെ കോട്ട എന്നറിയപ്പെടുന്ന 1766 ടിപ്പു സുൽത്താന്റെ അച്ഛൻ ഹൈദരാലി പണി കഴിപ്പിച്ച ടിപ്പുവിന്റെ ഈ കോട്ടയിലേക്ക്. ഇത് ടിപ്പുവിന്റെ കോട്ടയുടെ കിടങ്ങാണ് ഈ കാണുന്നത്. ഈ കിടങ്ങിലാണ് കുറെ മീനും ആമയൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞായറാഴ്ച പോയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ രാമായണ മാസത്തിന്റെ പരിപാടി അവിടെ നടക്കുന്നുണ്ട്. മണ്ണുകൊണ്ടുള്ള കട്ട കൊണ്ട് തന്നെ ഇന്നത്തേക്കാൾ നല്ല ഉറപ്പിലാണ് നിർമ്മിതി ഇതിന്റെ. ഇതിന്റെ പ്രധാന എൻട്രൻസ് ആണ്. ഇതിലൂടെ കടന്ന് പിന്നീട് കോട്ടയുടെ ഉള്ളിലേക്കുള്ള മെയിൻ എൻട്രൻസ് ഈ വഴിയാണ്. ഇന്ത്യനും ഫ്രഞ്ചും കൂടി കലർന്നിട്ടുള്ള ആർക്കിടെക്ചറാണ് കേട്ടോ കോട്ടയുടെ നിർമ്മിതി വരുന്നത്. ഇത് നമ്മുടെ കോട്ടയുടെ ജയിലിന്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫുള്ള് തകർന്ന രീതിയിലാണ് കിടക്കുന്നത്. ഇത് നേരാക്കാനോ ഒന്നിനും ആരും മെനക്കെടുന്നില്ല. 25 രൂപ നിരക്കിലാണ് ഇങ്ങോട്ട് കയറുന്നതിനുള്ള ടിക്കറ്റ് ഉള്ളത്. പിന്നീട് ഞങ്ങൾ പോയത് മലമ്പുഴ ഡാമിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഷൂട്ടിംഗ് പോയിന്റ് കാണാനാണ്. നല്ല ഭംഗിയാണ് ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. ഒരു സൈഡ് വെള്ളം, അതിൻ്റെ അപ്പുറത്ത് മലകള്, മറുപുറത്ത് പാറ, ഫുള്ള് പച്ചപ്പ്. നമ്മുടെ കണ്ണിന് കാണാൻ എന്ത് രസമാണെന്ന് അറിയോ. ഈ കാണുന്നതേ പാറക്കെട്ടിന് വിടവിലൂടെ ഒരുപാട് നീർച്ചാലുകൾ ഒഴുകി വരുന്നുണ്ട്. പിന്നെ കുറേ മരങ്ങൾ, ഫുള്ള് പച്ചപ്പാണ് ഈ കാണുന്നത്. പിന്നീട് ഞങ്ങൾ പോയത് സ്നേക്ക് പാർക്കിലേക്കാണ്. രാജവെമ്പാലാണ് ഈ കിടക്കുന്നത്. ഒരുപാട് പാമ്പുകളുണ്ട്, ചേര, മൂർക്കൻ, അണലി, അങ്ങനെ ഒരുപാട്. പിന്നെ ഇതേ ഒരു മുതലക്കുട്ടൻ കിടക്കുന്നുണ്ട്. ആള് വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറിയിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യും പോലെ കേട്ടോ കിടക്കുന്നത്. പിന്നെ ഞങ്ങളുടെ മലമ്പുഴ ഗാർഡനിലേക്ക് കയറി. പുഷ്പോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ഇതാണ് ഇവിടേക്ക് ഇങ്ങനെ കിടക്കുന്നത്. ഒരുപാട് ചെടികളുണ്ട്, ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. ഞങ്ങൾ നേരെ കയറിയത് ബട്ടർഫ്ലൈ ഗാർഡനിലേക്കാണ്. അവിടെ നിന്നൊരു ബട്ടർഫ്ലൈയുടെ മുന്നിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഇതേ വാട്ടർ ഫൗണ്ടെയിൻ ആണ് ഈ കാണുന്നത്. ഇതേ സമയം നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ റോപ്പ് വേ പോകുന്നുണ്ട്. അതൊക്കെ കണ്ട ശേഷം നമ്മുടെ മലമ്പുഴ യക്ഷിയുടെ അടുത്തേക്ക് പോയി. എന്നാണല്ലോ നമ്മുടെ മെയിൻ അട്രാക്ഷൻ. പിന്നീട് ഞങ്ങൾ തൂക്കുപാലത്തിലൂടെ നടന്നു കേട്ടോ. തൂക്കുപാലത്തിലൂടെ വിറച്ചാണ് നടക്കണത്. അതിന്റെ അടിയിൽ കൂടെ ബോട്ടിങ്ങും നടക്കുന്നുണ്ട്. കുറെ പേര് ബോട്ടിങ്ങിന് വേണ്ടി നിൽക്കുന്നുണ്ട്. പെഡൽ ബോട്ടും ഉണ്ട്, സ്പീഡ് ബോട്ടും ഉണ്ട്. ബോട്ടിങ്ങിന്റെ അവിടെ നല്ല തിരക്കായിരുന്ന കാരണം ഞങ്ങൾ അതിലേക്ക് കയറിയില്ല കേട്ടോ. ഇതാണ് മലമ്പുഴ ഡാമിന്റെ ഷട്ടർ. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും ഷട്ടറൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ വീണ്ടും വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട്. ഇവിടെ കുറെ ചെടികൾ വെച്ച് പിടിപ്പിക്കാനുള്ള സ്പേസ് വിട്ടിരിക്കുകയാണ്. ഇനി വരുമ്പോൾ ചെടികളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടാവും. കുറച്ച് ഷോപ്പിങ്ങും കഴിഞ്ഞ് ഒരു സ്വീറ്റ് കോണും മേടിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു.